വെൽക്കം ബാക്ക് ടു വിദ്യാനദി. എൻ്റെ ഒരു അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് 10th ലെവൽ 4ാം ഘട്ടം 8/2/2025 നടന്ന ക്വസ്റ്റ്യൻ 41 തൊട്ട് 50 വരെ ഉള്ളതിൻ്റെ എക്സ്പ്ലനേഷനും അതിനോടനുബന്ധിച്ച ചോദ്യങ്ങളുമാണ് ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിന് മുന്നേ ഇതിന് മുന്നത്തെ വീഡിയോസ് കണ്ടവരുണ്ടോ, ഇഷ്ടപ്പെട്ടവരുണ്ടോ, അതിന് കമൻറ്റ് രേഖപ്പെടുത്തണേ. ഇത് നല്ലതാണോ എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ 10 വീഡിയോസ് ഞാൻ കംപ്ലീറ്റ് ചെയ്യും. എന്നിട്ട് അതിൻ്റെ റെസ്പോൺസ് നോക്കിയിട്ട് ആരെങ്കിലും ഉപകാരമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ഇടുള്ളൂ. അല്ലെങ്കിൽ SRT പോലെ ബാക്കി നോട്ട്സൊക്കെ ഇട്ടിടും. അപ്പം 41ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിൽ സ്ഫടികമണൽ സമ്പന്നമായ ജില്ല. കേരളത്തിൽ സ്ഫടികമണൽ സമ്പന്നമായ ജില്ല. A തൃശ്ശൂർ, B കോട്ടയം, C പാലക്കാട്, D ആലപ്പുഴ. ഓപ്ഷൻ A തൃശ്ശൂർ, B കോട്ടയം, C പാലക്കാട്, D ആലപ്പുഴ. ആൻസർ D ആലപ്പുഴ. കേരളത്തിൽ സ്ഫടികമണൽ സമ്പന്നമായ ജില്ലയാണ് ആലപ്പുഴ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബോക്സൈറ്റ് നിക്ഷേപമുള്ള ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബോക്സൈറ്റ് നിക്ഷേപമുള്ള ജില്ല കാസർഗോഡ്. കേരളത്തിൽ ഇരുമ്പ് നിക്ഷേപം കണ്ടെത്തിയ ജില്ലകൾ. കോഴിക്കോട്, മലപ്പുറം. കേരളത്തിൽ ഇരുമ്പ് നിക്ഷേപം കണ്ടെത്തിയ ജില്ലകൾ കോഴിക്കോട്, മലപ്പുറം. കേരളത്തിൽ രത്നനിക്ഷേപം കണ്ടെത്തിയ ജില്ലകൾ. തിരുവനന്തപുരം, കൊല്ലം. കേരളത്തിൽ രത്നനിക്ഷേപം കണ്ടെത്തിയ ജില്ലകൾ തിരുവനന്തപുരം, കൊല്ലം. കേരളത്തിൽ കണ്ടെത്തിയിട്ടുള്ള ഏക ധാതു ഇന്ധനം ലിഗ്നൈറ്റ്. കേരളത്തിൽ കണ്ടെത്തിയിട്ടുള്ള ഏക ധാതു ഇന്ധനം ലിഗ്നൈറ്റ്. കേരളത്തിൽ ചുണ്ണാമ്പ് നിക്ഷേപം കണ്ടെത്തിയ ജില്ലകൾ. പാലക്കാട്, കണ്ണൂർ. കേരളത്തിൽ ചുണ്ണാമ്പ് നിക്ഷേപം കണ്ടെത്തിയ ജില്ലകൾ പാലക്കാട്, കണ്ണൂർ. കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയ സ്ഥലങ്ങൾ. മേപ്പാടി, വൈത്തിരി, മാനന്തവാടി. കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയ സ്ഥലങ്ങൾ മേപ്പാടി, വൈത്തിരി, മാനന്തവാടി. കേരളത്തിൽ പ്രധാനമായും ചീനക്കളിമണ്ണ് കാണപ്പെടുന്ന പ്രദേശം. കുണ്ടറ, കൊല്ലം. കേരളത്തിൽ പ്രധാനമായും ചീനക്കളിമണ്ണ് കാണപ്പെടുന്ന സ്ഥലം കുണ്ടറ, കൊല്ലം. ഗ്രാനൈറ്റ് നിക്ഷേപമുള്ള ജില്ലകൾ. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ഇടുക്കി, എറണാകുളം. ഗ്രാനൈറ്റ് നിക്ഷേപമുള്ള ജില്ലകൾ തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ഇടുക്കി, എറണാകുളം. അഫ്ര നിക്ഷേപം കണ്ടെത്തിയ സ്ഥലങ്ങൾ. പള്ളിത്തുറ, കഴക്കൂട്ടം, മേനകുളം, ആലപ്പുഴയിലെ പള്ളിപ്പുറം, തൈക്കാട്ടുശ്ശേരി. അടുത്ത ക്വസ്റ്റ്യൻ 42ാമത്തെ. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുതി പദ്ധതി ഏത്? കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏത്? ആൻസർ കേരളത്തിൽ ആദ്യത്തെ ജലവൈദ്യുതി പദ്ധതിയാണ് പള്ളിവാസൽ. ഓപ്ഷൻ A പള്ളിവാസലാണ് ആൻസർ. പള്ളിവാസൽ സ്ഥിതി ചെയ്യുന്ന എവിടെയാ? ഇടുക്കിയാണ്. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള കേരളത്തിലെ ജില്ല. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള കേരളത്തിലെ ജില്ല ഇടുക്കി. കേരളത്തിലെ ആദ്യ ജലവൈദ്യുതി പദ്ധതിയായ പള്ളിവാസൽ നിലവിൽ വന്നത് 1940 മുതിരാപ്പുഴയിൽ. കേരളത്തിലെ ആദ്യ ജലവൈദ്യുതി പദ്ധതിയായ പള്ളിവാസൽ നിലവിൽ വന്നത് 1940 മുതിരാപ്പുഴയിൽ. കേരളത്തിൽ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി ചെങ്കുളം, 1954 ചെങ്കുളം. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ഉൽപാദനശേഷി 780 MW. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ഉൽപാദനശേഷി 780. ഇടുക്കി ജലവൈദ്യുത പദ്ധതിക്ക് സഹായിച്ച രാജ്യം കാനഡ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം മൂലമറ്റം, അതും ഇടുക്കിയാണ്. സ്വകാര്യ മേഖലയിലെ കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി മണിയാർ, പമ്പ. സ്വകാര്യ മേഖലയിലെ കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി മണിയാർ, പമ്പ. സ്വകാര്യ മേഖലയിലെ കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി കുത്തുങ്കൽ. സ്വകാര്യ മേഖലയിലെ കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി കുത്തുങ്കൽ. മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി കുറ്റ്യാടി, 1972 കുറ്റ്യാടി. അടുത്ത ക്വസ്റ്റ്യൻ 43ാമത്തെ. ചെറുതും വലുതുമായ കേരളത്തിലെ കായലുകളുടെ എണ്ണം. ചെറുതും വലുതുമായ കേരളത്തിലെ കായലുകളുടെ എണ്ണം. ആൻസർ ഓപ്ഷൻ A 44. ഓപ്ഷൻ A 44. കേരളത്തിലെ ചെറുതും വലുതുമായ കായലുകളുടെ എണ്ണം 44ആണ്. കായലുകളുടെയും തടാകങ്ങളുടെയും നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് കേരളം. കായലുകളുടെയും തടാകങ്ങളുടെയും നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് കേരളം.
ലഗൂണുകളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് കേരളം. ലഗൂണുകളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് കേരളം. കായലുകളുടെയും തടാകങ്ങളുടെയും നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം കേരളം. ലഗൂണുകളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം കേരളം. കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ് വേമ്പനാട്ട് കായൽ. വേമ്പനാട്ട് കായൽ 96 കിലോമീറ്റർ. വേമ്പനാട്ട് കായൽ വ്യാപിച്ചു കിടക്കുന്ന ജില്ലകൾ കോട്ടയം, ആലപ്പുഴ, എറണാകുളം. വേമ്പനാട്ട് കായൽ വ്യാപിച്ചു കിടക്കുന്ന ജില്ല കോട്ടയം, ആലപ്പുഴ, എറണാകുളം. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ പുന്നമടക്കായൽ. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ പുന്നമടക്കായൽ. ഗേറ്റ്വേ ടു ദ ബാക്ക് വാട്ടേഴ്സ് ഓഫ് കേരള എന്നറിയപ്പെടുന്ന കായൽ അഷ്ടമുടിക്കായൽ. ഗേറ്റ്വേ ഓഫ് ദ ബാക്ക് വാട്ടേഴ്സ് ഓഫ് കേരള എന്നറിയപ്പെടുന്ന കായൽ അഷ്ടമുടിക്കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട കായൽ. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ കായൽ ഉപ്പളക്കായൽ. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ കായൽ ഉപ്പളക്കായൽ, കാസർഗോഡ് ജില്ലയിൽ. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ കായൽ ട്രിവാൻഡ്രത്ത് വേളി. ട്രിവാൻഡ്രത്ത് വേളി. പൂക്കോട് തടാകം ഏത് ജില്ലയിലാണ്? പൂക്കോട് തടാകം ഏത് ജില്ലയിലാണ്? ആൻസർ എ വയനാട്. എ വയനാട്. പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് വയനാട്. വയനാട്. സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ തടാകമാണ് പൂക്കോട്. സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ തടാകമാണ് പൂക്കോട്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകവും പൂക്കോടാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകവും പൂക്കോടാണ്. ഇന്ത്യൻ ഭൂപടത്തിന്റെ ആകൃതിയിലുള്ള തടാകമാണ് പൂക്കോട്. ഇന്ത്യൻ ഭൂപടത്തിന്റെ ആകൃതിയിലുള്ള തടാകമാണ് പൂക്കോട്. മൂരിയാട് തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല തൃശ്ശൂർ. മൂരിയാട് തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല തൃശ്ശൂർ. കേരളത്തിൽ ഹൃദയത്തിന്റെ ആകൃതിയിലുള്ള തടാകം മേപ്പാടി. കേരളത്തിൽ ഹൃദയത്തിന്റെ ആകൃതിയിലുള്ള തടാകം മേപ്പാടി. ഇന്ത്യൻ ഭൂപടത്തിന്റെ ആകൃതിയിലുള്ള തടാകം പൂക്കോടാന്ന് പറഞ്ഞല്ലോ. എഫ് ആകൃതിയിലുള്ള കായൽ ശാസ്താംകോട്ട. എഫ് ആകൃതിയിലുള്ള തടാകം ശാസ്താംകോട്ട. മാനഞ്ചിറ തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോട്. മാനഞ്ചിറ തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോട്. കേരളത്തിലെ പ്രകൃതിയാലുള്ള ഏക ഓക്സ്ബോ തടാകം വൈന്തല തടാകം. കേരളത്തിലെ പ്രകൃതിയാലുള്ള ഏക ഓക്സ്ബോ തടാകം വൈന്തല തടാകം. അടുത്ത ക്വസ്റ്റ്യൻ 45-ാമത്തെ. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി. ആൻസർ ഓപ്ഷൻ ബി മഞ്ചേശ്വരം പുഴ. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി മഞ്ചേശ്വരം പുഴ. കേരളത്തിലെ ഏറ്റവും വലിയ നദി പെരിയാർ. പെരിയാർ 244 കിലോമീറ്റർ. കേരളത്തിലെ ആകെ നദികളുടെ എണ്ണം 44. കേരളത്തിലെ ആകെ നദികളുടെ എണ്ണം 44. കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം 3. കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം 3. പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം 42. പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം 42. മഞ്ചേശ്വരം പുഴ ഒഴുകുന്ന ജില്ല കോഴിക്കോട്. മഞ്ചേശ്വരം പുഴ ഒഴുകുന്ന ജില്ല കോഴിക്കോട്. കിഴക്കോട്ടൊഴുകുന്ന ഏറ്റവും ചെറിയ നദി പാമ്പാർ. കിഴക്കോട്ടൊഴുകുന്ന ഏറ്റവും ചെറിയ നദി പാമ്പാർ. കിഴക്കോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദി കബനി. കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി രാമപുരം. കടലിൽ പതിക്കുന്ന ഏറ്റവും ചെറിയ നദി രാമപുരം 19 കിലോമീറ്റർ. കേരളത്തിലെ ഏറ്റവും ചെറിയ രണ്ടാമത്തെ നദി അയിരൂർ പുഴ. അയിരൂർ പുഴ. അടുത്ത ക്വസ്റ്റ്യൻ 46. അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി. അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി. എ വിശ്വനാഥൻ ആനന്ദ്, സി ബാലകൃഷ്ണൻ, സി PR ശ്രീജേഷ്, ഡി PT ഉഷ. ആൻസർ ബി സി ബാലകൃഷ്ണൻ. അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളിയാണ് സി ബാലകൃഷ്ണൻ. കായിക കേരളത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. കായിക കേരളത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് GV രാജ. കായിക കേരളത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് GV രാജ. രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം ലഭിച്ച ആദ്യ മലയാളി KM ബീനാമോൾ. രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം ലഭിച്ച ആദ്യ മലയാളി KM ബീനാമോൾ. ദ്രോണാചാര്യർ അവാർഡ് ലഭിച്ച ആദ്യ മലയാളി OM നമ്പ്യാർ.
ദ്രോണാചാര്യർ അവാർഡ് ലഭിച്ച ആദ്യ മലയാളി OM നമ്പ്യാർ. കേരളത്തിൽ നിന്നും ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ വനിത PT ഉഷ. കേരളത്തിൽ നിന്നും ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ വനിത PT ഉഷ. PT ഉഷയ്ക്ക് അർജുന അവാർഡ് ലഭിച്ച വർഷം 1984. PT ഉഷയ്ക്ക് അർജുന അവാർഡ് ലഭിച്ച വർഷം 1984. ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ മലയാളി. ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ മലയാളി മാനുവൽ ഫ്രെഡറിക്. ഏഷ്യൻ ഗെയിംസിൽ വ്യക്തിഗത ഇനത്തിൽ സ്വർണം നേടിയ ആദ്യ മലയാളി TC യോഹന്നാൻ. ഏഷ്യൻ ഗെയിംസിൽ വ്യക്തിഗത ഇനത്തിൽ സ്വർണം നേടിയ ആദ്യ മലയാളി TC യോഹന്നാൻ. കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ മലയാളി വനിത അഞ്ജു ബോബി ജോർജ്. കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ മലയാളി വനിത അഞ്ജു ബോബി ജോർജ്. ഏഷ്യൻ ഗെയിംസിൽ വ്യക്തിഗത വിഭാഗത്തിൽ സ്വർണം നേടിയ ആദ്യ മലയാളി വനിത MT വത്സമ്മ. 1982 MT വത്സമ്മ. അടുത്ത ക്വസ്റ്റ്യൻ 47. കേരളത്തിലെ കറുത്ത മണ്ണ് കാണപ്പെടുന്ന ജില്ല. കേരളത്തിൽ കറുത്ത മണ്ണ് കാണപ്പെടുന്ന ജില്ല. ഓപ്ഷൻ A മലപ്പുറം, ഓപ്ഷൻ B കോഴിക്കോട്, ഓപ്ഷൻ C പാലക്കാട്, ഓപ്ഷൻ D കാസർഗോഡ്. ആൻസർ ഓപ്ഷൻ C പാലക്കാട്. കേരളത്തിൽ കറുത്ത മണ്ണ് കാണപ്പെടുന്ന ജില്ലയാണ് പാലക്കാട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ലാറ്ററൈറ്റ് മണ്ണാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ലാറ്ററൈറ്റ് മണ്ണ്. നദീതട എക്കൽ മണ്ണ് കാണപ്പെടുന്ന കേരളത്തിലെ ജില്ല കൊല്ലം. നദീതട എക്കൽ മണ്ണ് കാണപ്പെടുന്ന കേരളത്തിലെ ജില്ല കൊല്ലം. കരിമണ്ണ് അറിയപ്പെടുന്ന മറ്റു പേരുകൾ കറുത്ത പരുത്തി മണ്ണ്, റിഗർ മണ്ണ്. കറുത്ത പരുത്തി മണ്ണ്, റിഗർ മണ്ണ്. കുട്ടനാടിന്റെ ഉയർന്ന പ്രദേശത്ത് കാണുന്ന മണ്ണിനം കടപ്പാടം മണ്ണ്. കുട്ടനാടിന്റെ ഉയർന്ന പ്രദേശത്ത് കാണപ്പെടുന്ന മണ്ണ് കടപ്പാടം മണ്ണ്. അമ്ലത്വം കൂടുതലുള്ള മണ്ണിനം തീരദേശ എക്കൽ മണ്ണ്. അമ്ലത്വം കൂടുതലുള്ള മണ്ണിടം തീരദേശ എക്കൽ മണ്ണ്. കേരളത്തിൽ കായൽ മണ്ണ് കാണപ്പെടുന്ന ജില്ലകൾ കോട്ടയം, ആലപ്പുഴ. കേരളത്തിൽ കായൽ മണ്ണ് കാണപ്പെടുന്ന ജില്ലകൾ കോട്ടയം, ആലപ്പുഴ. കേരളത്തിൽ വനമണ്ണ് കാണപ്പെടുന്ന ജില്ലകൾ ഇടുക്കി, പാലക്കാട്, വയനാട്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് 48. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ഓപ്ഷൻ A അഗസ്ത്യമല, ഓപ്ഷൻ B പൊന്മുടി, ഓപ്ഷൻ C ആനമുടി, ഓപ്ഷൻ D ഏഴിമല. ആൻസർ ഓപ്ഷൻ C ആനമുടി. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. അറബിക്കടലിന് സമാന്തരമായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് പശ്ചിമഘട്ടം. അറബിക്കടലിന് സമാന്തരമായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് പശ്ചിമഘട്ടം. പശ്ചിമഘട്ടം കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, തമിഴ്നാട്, കേരളം. പശ്ചിമഘട്ടം കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, തമിഴ്നാട്, കേരളം. ആനമുടിയുടെ ഉയരം 2695 മീറ്റർ. ആനമുടിയുടെ ഉയരം 2695 മീറ്റർ. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഉയരമേറിയ രണ്ടാമത്തെ കൊടുമുടി. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഉയരമേറിയ രണ്ടാമത്തെ കൊടുമുടി ദൊഡ്ഡപ്പാട്ടെ 2637 മീറ്റർ. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സന്ധിക്കുന്നത് നീലഗിരി കുന്നുകൾ. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സന്ധിക്കുന്നത് നീലഗിരി കുന്നുകൾ. നീലഗിരി കുന്നുകളിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ദോഡബെട്ട. സാതപുരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ധൂപ് ഗാർഫ്. സാതപുരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ധൂപ് ഗാർഫ്. ആരവല്ലിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് ഗുരുശിഖ. ഛോട്ടാ നാഗ്പൂരിലെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശം പരേദ്നാഥ് കുന്നുകൾ. അടുത്ത ക്വസ്റ്റ്യൻ ആണ് 49. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി. ഓപ്ഷൻ A കല്ലട, ഓപ്ഷൻ B പീച്ചി, ഓപ്ഷൻ C ഇടമലയാർ, ഓപ്ഷൻ D ശാസ്താംകോട്ട. ഓപ്ഷൻ A ആൻസർ ഓപ്ഷൻ A കല്ലട. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി കല്ലട. ഏഷ്യയിലെ ഏറ്റവും വലിയ ആർച്ച് ഡാമാണ് ഇടുക്കി. ഏഷ്യയിലെ ഏറ്റവും വലിയ ആർച്ച് ഡാം ഇടുക്കി. ഇടുക്കി ഡാം സ്ഥിതി ചെയ്യുന്ന നദി പെരിയാർ. ഇടുക്കി ഡാം സ്ഥിതി ചെയ്യുന്ന നദി പെരിയാർ. നെയ്യാർ ഡാം സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം. നെയ്യാർ ഡാം സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം. പീച്ചി ഡാം സ്ഥിതി ചെയ്യുന്ന ജില്ല തൃശ്ശൂർ. പീച്ചി ഡാം സ്ഥിതി ചെയ്യുന്ന ജില്ല തൃശ്ശൂർ. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി തെന്മല ഡാം.
സ്ഥിതി ചെയ്യുന്ന നദി കല്ലട. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി തെന്മല ഡാമാണ്. അത് സ്ഥിതി ചെയ്യുന്ന നദി കല്ലടയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ എർത്ത് ഡാം ബാണാസുര സാഗർ. കേരളത്തിലെ ഏറ്റവും വലിയ എർത്ത് ഡാം ബാണാസുര സാഗർ. കേരളത്തിലെ ഏറ്റവും വലിയ ഡാം മലമ്പുഴ ഡാം. കേരളത്തിലെ ഏറ്റവും വലിയ ഡാം മലമ്പുഴ ഡാം. മലമ്പുഴ ഡാം സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാട്. മുല്ലപ്പെരിയാർ ഡാം സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി. അടുത്ത ക്വസ്റ്റ്യൻ, 50ാമത്തെ ക്വസ്റ്റ്യൻ. തണ്ണീർമുക്കം ബണ്ട് ഏത് കായലിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? തണ്ണീർമുക്കം ബണ്ട് ഏത് കായലിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? ഓപ്ഷൻ എ പുന്നമട, ഓപ്ഷൻ ബി വേമ്പനാട്ട്, ഓപ്ഷൻ സി ശാസ്താംകോട്ട, ഓപ്ഷൻ ഡി അഷ്ടമുടിക്കായൽ. ആൻസർ ഓപ്ഷൻ ബി വേമ്പനാട്ട്. ആൻസർ ഓപ്ഷൻ ബി വേമ്പനാട്ട്. തണ്ണീർമുക്കം ബണ്ട് സ്ഥിതി ചെയ്യുന്ന കായലാണ് വേമ്പനാട്ട് കായൽ. വേമ്പനാട്ട് കായൽ. കുട്ടനാടിലെ വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷിക്കാനായി വേമ്പനാട്ട് കായലിൽ നിർമ്മിച്ച തടയാണ്. കുട്ടനാടിനെ വെള്ളപ്പൊക്കത്തിൽ നിന്നും രക്ഷിക്കാനായി വേമ്പനാട്ട് കായലിൽ നിർമ്മിച്ച തടയണയാണ് തോട്ടപ്പള്ളി സ്പിൽവേ. തോട്ടപ്പള്ളി സ്പിൽവേ. വീരൻപുഴ എന്നറിയപ്പെടുന്ന കൊച്ചിയിലെ കായലാണ് വേമ്പനാട്ട് കായൽ. വീരൻപുഴ എന്നറിയപ്പെടുന്ന കൊച്ചിയിലെ കായലാണ് വേമ്പനാട്ട് കായൽ. കല്ലട നദി പതിക്കുന്ന കായൽ അഷ്ടമുടിക്കായൽ. കല്ലട നദി പതിക്കുന്ന കായൽ അഷ്ടമുടിക്കായൽ. അഞ്ചുതെങ്ങ് കായൽ സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം. അഞ്ചുതെങ്ങ് കായൽ സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം. ബിയ്യം കായൽ സ്ഥിതി ചെയ്യുന്ന ജില്ല മലപ്പുറം. ബിയ്യം കായൽ സ്ഥിതി ചെയ്യുന്ന ജില്ല മലപ്പുറം. പരവൂർ കായൽ സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലം. പരവൂർ കായൽ സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലം. ശ്രീനാരായണ ട്രോഫി വള്ളംകളി നടക്കുന്നത് കന്നേറ്റിക്കായൽ. ശ്രീനാരായണ ട്രോഫി വള്ളംകളി നടക്കുന്നത് കന്നേറ്റിക്കായൽ. അയ്യങ്കാളി കളി നടക്കുന്നത് വെള്ളയാണി. രാജീവ് ഗാന്ധി ട്രോഫി വള്ളംകളി നടക്കുന്നത് പള്ളിക്കുന്ന്. പള്ളിക്കുന്ന്. അപ്പം ഇത്രയാണ് അടുത്ത ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ 50 ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പകുതിയായ 50 ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ഏകദേശം കവർ ചെയ്തു. അതിൽ നിന്ന് നിങ്ങൾ തന്നെ നോക്കി നിങ്ങൾക്ക് എത്ര അതുമായിട്ട് അനുബന്ധപ്പെട്ട ഓപ്ഷൻസുമായി ബന്ധപ്പെട്ടും ആ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ടും പറഞ്ഞേക്കുന്ന പോയിന്റ്സ് എത്രയാണ്. അപ്പോൾ ശരിക്കും ആ ഒരു പോർഷൻ തന്നെ കവറായി പോവുക. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു സിലബസ് എടുത്ത് വെച്ചിട്ട് ആ പോർഷൻ പഠിക്കുമ്പോൾ എന്തോരം. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു പോർഷൻ എത്ര ക്വസ്റ്റ്യൻസാണ് ഉപകാരപ്രദമായി നോക്കുന്നു. ഞാൻ ഈ പറഞ്ഞത് വെച്ചിട്ട് നിങ്ങളൊരു ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടോ, ഉപകാരമുണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ വീണ്ടും പറയുന്നു, ക്ലാസ് കാണുന്നുണ്ട്. താല്പര്യമുള്ള ഇഷ്ടപ്പെട്ടെങ്കിൽ അതും നെഗറ്റീവ് ആണെങ്കിൽ അതും കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും താങ്ക് യു.